ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗസ്റ്റൊക്കെ വന്നാൽ കൊടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു മുട്ട ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ വേഗം കുറച്ച് ബജി ഉണ്ടാക്കി റെഡിയാക്കി വെക്കാനാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും മൈദയും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. സാധാരണ ബജിക്കൊക്കെ നമ്മൾ കടലമാവാണ് എടുക്കുന്നത്. ഇന്ന് നമ്മൾ മൈദയും അരിപ്പൊടിയും പകുതി എത്ര മൈദ എടുക്കുന്നോ അത്ര അരിപ്പൊടിയും എടുക്കണം. നമ്മളൊരു 3 വലിയ സ്പൂണ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അത്രയും തന്നെ നമ്മൾ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയും കൂടി ചേർത്തുണ്ടാക്കുമ്പം നല്ലതുപോലെ ബജി ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അരിപ്പൊടിയും മൈദയും കൂടി മിക്സ് ചെയ്ത് തന്നെ ഇന്ന് എടുക്കാം. കടലമാവിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, പക്ഷേ അരിപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു ക്രിസ്പി ആയിട്ട് കിട്ടും ബജി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നല്ലതുപോലെ ചോപ്പ് ചെയ്തിട്ട് വലിയൊരു സവോളയാണ്, അത് നല്ല തീരെ പൊടിയായിട്ട് അരിയണം. എങ്കിൽ നമ്മൾ ഇത് മുക്കി നമ്മൾ ഫ്രൈ ചെയ്യുമ്പം മുട്ടയിലോട്ട് പിടിച്ചിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില നമ്മളൊന്ന് അരിഞ്ഞിട്ട് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും, വലുതായിട്ട് കിടക്കാതെ. കുറച്ച് മല്ലിയില അരിഞ്ഞത് അതോടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നമ്മൾ നല്ലതുപോലെ ഒന്ന് എല്ലാം ചെറുതായിട്ട് അരിയുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, അതിട്ട് കൊടുക്കാം. പിന്നെ ഇത്തിരി മുളക് പൊടിയും മഞ്ഞളും നമുക്കിടണം. ഒരുപാട് ബജിക്കരി വാങ്ങുന്നത് നല്ലതല്ല. അപ്പം നമ്മളൊരു ചെറിയ സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചായക്കടിയായിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒരുപാട് എരിവ് വേണ്ട. ഒരു 1/4 സ്പൂണ് നമുക്ക് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും ഇപ്പോൾ ചേർക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടമുള്ളവർക്ക് അയമോദകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു നുള്ള അയമോദകം കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബജിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം. ഇത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് ഒരുപാട് നീണ്ടു പോവാതെ നമ്മൾ മുട്ട ഒന്നും മുങ്ങിയിരിക്കുന്ന പോലെ. അപ്പോൾ മുട്ട ഒരുപാട് നീണ്ട് കിടന്നാൽ നമ്മൾ മുട്ട മുക്കിയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ മുട്ടയിലധികം പിടിച്ചിരിക്കത്തില്ല. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളമായി പോവല്ലേ, കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. നമ്മൾ ഇതുകൊണ്ട് മാവൊക്കെ ഈ പരുവത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് നീണ്ടു പോവാതെ കുറച്ച് കുറുകിയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് നല്ലതുപോലെ നമ്മൾ ഈ ഉള്ളിയൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് ബജി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളൊരു കടയിൽ എണ്ണ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നല്ലതുപോലെ മുട്ടയൊന്ന് ഇതിനകത്തോട്ട് ഡിപ്പ് ചെയ്തിട്ട്, അപ്പം നമ്മൾ മുട്ട ഒരു 4 പീസായിട്ടാണ് ഓരോരോ മുട്ട മുറിച്ചിരിക്കുന്നത്. പകുതിയായിട്ട് മുറിക്കുവാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഒരുപാട് വലിയ ബജിയായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട 4ആയിട്ട് മുറിച്ചിരിക്കുന്നത്. നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ 2 സൈഡും ബജി ഒന്ന് മറിച്ചിട്ട് എടുക്കണം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്ത് കറക്റ്റായിരിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ബജിയാക്കാൻ, തീരെ സ്ലോ ഫ്ലെയിമിൽ വെക്കല്ലേ. അപ്പം മുട്ട ബജി നല്ല റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് മാറ്റാം. അതുപോലെ നമ്മൾ ബാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബജി മുഴുവനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട ബജി എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിരുന്നു. പെട്ടെന്ന്
തന്നെ ആരെങ്കിലും വന്നാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ വളരെ ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാനാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ചാനലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് അറിയിക്കണം. നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് പിന്നെയും വരും.